ബോധപൂർവം ശ്രദ്ധയോടെ ആസ്വദിച്ച് ആഹാരം കഴിക്കാൻ തയ്യാറാകുന്നതിന് മുൻപ് ചില മുന്നൊരുക്കങ്ങളാവാം. പച്ചക്കറികളിൽ ചിലതും പഴങ്ങളിൽ ചിലതും സ്വന്തം കൃഷിയിടത്ത് നിന്ന് ലഭിക്കുമെങ്കിലും പലവ്യഞ്ജനവും അരിയും ചില പച്ചക്കറികളും പഴങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടതായും വരും. അവനവൻ്റെ ബജറ്റിനനുസരിച്ചും ആരോഗ്യമൂലം പരിഗണിച്ചും കുടുംബാംഗങ്ങളുടെ ഇഷ്ടം പരിഗണിച്ചും കുടുംബാംഗങ്ങളുടെ എണ്ണം പരിഗണിച്ചും ഷോപ്പിംഗ് നടത്തുവാൻ മുൻകൂട്ടി തീരുമാനിക്കുക. അതിന് ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് തയ്യാറാക്കുന്നതനുസരിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക. വീട്ടമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല പാചകം. സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് തന്നെ അവനവന് വേണ്ട ആഹാരത്തെപ്പറ്റി കുടുംബത്തിൽ ചർച്ച ചെയ്യാം. യോജിപ്പോടെ തീരുമാനമെടുക്കാം. എല്ലാവർക്കും ഹിതകരമായ ആഹാര സംസ്കാരം തുടങ്ങേണ്ടത് കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഒരുമയോടെയുള്ള തീരുമാനങ്ങളിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്നതും ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കഴിക്കുമ്പോഴാണ്. എങ്കിൽ പിന്നെ സന്തോഷത്തോടെ ആഹാര സാധനങ്ങൾ വാങ്ങാനും മുന്നൊരുക്കങ്ങൾ നടത്താനും പാചകം ചെയ്യുവാനും എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? വീട്ടമ്മ തന്നെ കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കുമ്പോൾ അവർ നേരിടുന്ന പ്രയാസങ്ങൾ കുട്ടികൾ അറിയാറില്ല. അതുകൊണ്ടാണ് കുറ്റം പറഞ്ഞ് ആഹാരം കഴിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, ചില വീടുകളിൽ ആണുങ്ങളും ആഹാര കാര്യത്തിൽ ഇടപെടാറില്ല. കഴിക്കാൻ നേരം മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സപ്പോർട്ട്, അത് പലപ്പോഴും വീട്ടമ്മമാർക്ക് ആവശ്യമാണ്. അവരുടെ മാനസികവും വൈകാരികവുമായ സ്റ്റെബിലിറ്റിക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട്, പ്രത്യേകിച്ച് പങ്കാളിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും റംസാനും മാത്രമല്ല, എല്ലാ ദിവസവും സന്തോഷത്തോടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പാചകം ചെയ്യുന്നതും വിളമ്പി കൊടുക്കുന്നതും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതും വളരെ നല്ലൊരു ശീലമാണ്. നിത്യവും സന്തോഷത്തോടെ എല്ലാവരും ആഹാരം പങ്കിട്ട് കഴിക്കുമ്പോൾ വീട്ടിലെ സമാധാനവും സന്തോഷവും സൗഹൃദവും ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളതയോടെ നിലനിർത്തുവാൻ സാധിക്കും. ദിവസവും ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന വീടുകളിലെ ബന്ധങ്ങൾ ദൃഢമായിരിക്കും. ദൃഢമായ ബന്ധങ്ങളുള്ള കുടുംബത്തിൽ മാത്രമേ ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ സന്തുലിതാവസ്ഥ അനുഭവിക്കാൻ സാധിക്കൂ. നന്ദി.